الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثات بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരമകാരുണ്യകനും കരുണാവാരിധിയും ഏറെ പൊറുക്കുന്നവനും ദയാലുവുമായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബ് മുത്തഖീങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട് വളരെ വിവിധമായ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പേമാരി മൂലവും ഉരുൾപൊട്ടൽ മൂലവുമെല്ലാം ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലാണ്. അവിടങ്ങളിൽ അവസ്ഥയെന്താ? ഇനിയും ലഭിക്കാത്ത മനുഷ്യ ശരീരങ്ങൾ മണ്ണിനടിയിൽ അവശേഷിക്കുന്നു. പിഞ്ചോമന മക്കളും ഇണയുമെല്ലാം ആ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ട് നൊമ്പരപ്പെടുന്നവരുണ്ട്. ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും മണ്ണിലടിയിൽ പെട്ടുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ. അങ്ങനെ ആ പ്രദേശമാകെ രോദനങ്ങളും നെടുവീർപ്പുകളും തേങ്ങിക്കരച്ചലുമാണ്. എന്നാൽ ഇതിനിടയിലും
ചില മൂഢമായ ധാരണകൾ വെച്ച് പുലർത്തുന്നവർ നമുക്കിടയിലുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്കൊന്നും ബാധിച്ചില്ലല്ലോ, അതെല്ലാം അങ്ങ് അകലെയല്ലേ, അവിടങ്ങളിലല്ലേ എന്ന് കരുതി സമാധാനമടയുന്നവർ. അള്ളാഹു നാം ഏവരെയും അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത്തരം ഒരു അവസ്ഥ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ ബാധിച്ചവരെ കാണുമ്പോൾ, ആ പ്രദേശങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ വാർത്തകൾ കേൾക്കുമ്പോൾ, വായിക്കുമ്പോഴെല്ലാം വിശ്വാസിയുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് നിർഗളിച്ചു വരേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ റഅ മുബ്തിലൻ ഫഖാൽ, ആരെങ്കിലും ഒരു പരീക്ഷണം കണ്ടാൽ, അറിഞ്ഞാൽ, അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കട്ടെ, പറയട്ടെ, അൽഹംദുലില്ലാഹ്. ആദ്യമായി അവൻ അള്ളാഹുവിനെ സ്തുതിക്കും. എന്തിനാ സ്തുതിക്കുന്നത്? അല്ലദീ ആഫാനി മിമ്മബ്തിലാക ബിഹി, അള്ളാഹുവേ, നിന്റെ ആ പരീക്ഷണത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തിയില്ലല്ലോ, എനിക്ക് ആ പരീക്ഷണത്തിൽ നിന്ന് നീ വിടുതല നൽകിയില്ലേ, സൗഖ്യം നൽകിയില്ല റബ്ബേ. വഫളനി അലാ കസീരി മിമ്മൻ ഖലഖന തഫ്ളീല, അവന്റെ സൃഷ്ടികളിൽ ധാരാളം പേരിൽ അള്ളാഹു നമ്മെ ശ്രേഷ്ഠനാക്കിയില്ല, അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ചു. അതുകൊണ്ട് വിശ്വാസികളെ, നാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനെ സ്തുതിക്കണം, അതാണ് വിശ്വാസി ചെയ്യേണ്ടത്. അങ്ങനെ ഒരുവൻ പ്രാർത്ഥിച്ചാൽ അവൻ ഒരിക്കലും ആ പരീക്ഷണം നേരിടേണ്ടി വരികയില്ല, ആ പരീക്ഷണത്തിൽ ഒരിക്കലും അവൻ അകപ്പെട്ടു പോവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പേർ പ്രാർത്ഥിച്ചു, എത്ര പേർക്ക് അറിയാം? ചിന്തിക്കണം. നമ്മളിൽ എത്ര പേർ പ്രാർത്ഥിക്കും, എത്ര പേർ പഠിച്ചു? അറിയില്ലല്ലോ നമുക്ക് പലർക്കും. അതല്ലേ സത്യം? ഒരുപക്ഷെ പ്രാർത്ഥിച്ചവരുണ്ടായേക്കാം, അൽഹംദുലില്ലാഹ്. എന്നാൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും പടച്ചറപ്പിന്റെ പ്രവാചകർ പഠിപ്പിച്ച ഈ പ്രാർത്ഥന അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹോദരന്മാരെ, ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു ശിക്ഷ ഇറക്കിയാൽ അത് നാം ഒരിക്കലും കരുതരുത് അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ അക്രമികളെ മാത്രമാണ് എന്ന്. അതവർക്ക് മാത്രമേ ബാധിക്കൂ എന്നൊരു ധാരണ നമുക്കൊരിക്കലും ഉണ്ടാകരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അൻസലല്ലാഹു തആല ബിഖൗമിൻ അദാബൻ, അല്ലാഹു ഒരു ജനങ്ങളിലേക്ക്, ഒരു സമൂഹത്തിലേക്ക് ഒരു ശിക്ഷയെ ഇറക്കുമ്പോൾ, അസ്വാബൽ അദാബു മൻ കാന ഫീഹിം, അത് എല്ലാവരെയും ബാധിക്കും. അവിടെയുള്ള നല്ലവരെയും സത്യസന്ധന്മാരെയും ദുഷിച്ചവരെയും ഒക്കെ അത് ബാധിക്കും. പിന്നീട് അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അവർക്ക് അവരുടെ പ്രതിഫലം ലഭിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ ഒരു ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിലേക്ക് ഇറക്കുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ടാവണം. അതിനാൽ പ്രിയമുള്ളവർ, അല്ലാഹുവിന്റെ ശിക്ഷ എവിടെയെങ്കിലും ബാധിച്ചു എന്ന് കേട്ടാൽ വിശ്വാസികൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം ഒരു സമൂഹത്തെ ഒന്നാകെ അല്ലാഹു പിടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പിടികൂടാൻ കാരണമാകുന്നത് ചിലരുടെ പ്രവർത്തനമാണ്. അതിൽ ചിലരുടെ പ്രവർത്തനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സമൂഹം അക്രമങ്ങളിൽ അതിർക്കവിഴുമ്പോൾ ആ ജനതയെ പിടികൂടിയിട്ടുണ്ട്. ചരിത്രത്താളുകൾ പരിധിയാൽ നമുക്ക് ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. അവരുടെ അതിർക്കവികൾ മൂലം, അതിക്രമം മൂലം അല്ലാഹു അവരെ നശിപ്പിച്ചതായിട്ട് കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആല ഇംറാൻ
ഖുർആനിലെ 3-ാമത്തെ അധ്യായമാണ്. അതിലെ 11-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദഅബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം കദ്ദബൂ ബിആയാതിനാ ഫഅഖദഹും അല്ലാഹു ബിദുനൂബിഹിം വല്ലാഹു ശദീദുൽ ഇഖാബ്. കദഅബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം കദ്ദബൂ ബിആയാതിനാ. ഫിർഔനന്റെയും അവരുടെ ആളുകളുടെയും അവരുടെ മുൻഗാമികളുടെയും അവസ്ഥ പോലെ തന്നെ അവർ അല്ലാഹുവിനെ നിഷേധിച്ചവരായി. അല്ലാഹുവിനെ അവർ നിഷേധിച്ചവരായി. ആ നിഷേധം മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ പാപം മൂലം അവരെ പിടികൂടുകയുണ്ടായി. വല്ലാഹു ശദീദുൽ ഇഖാബ്. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹു നല്ലവണ്ണം ശക്തിയായി ശിക്ഷിക്കുന്നവനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഏതൊരു സമൂഹവും അതിക്രമത്തിൽ അതിർക്കവിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷാ നടപടികളെ കൊണ്ട് അവരെ പിടികൂടും. അവർക്ക് മേൽ അല്ലാഹു പരീക്ഷണങ്ങൾ ഇറക്കും. പലപ്പോഴും നമ്മൾ കേട്ടുപഠിച്ചിട്ടുള്ള ഒരു ആയത്താണ് സൂറത്ത് റൂമിലെ 41-ാമത്തെ വചനം, 30-ാമത്തെ അധ്യായമാണ്. അതിൽ 41-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞിരുന്നുണ്ട് നമുക്ക്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അല്ലാഹു ശിക്ഷിക്കുമ്പോഴും എന്തിനു വേണ്ടി ശിക്ഷിക്കുന്നത്? ഒരു മടക്കം ഉണ്ടാവാൻ, ഒരു തിരിച്ചറിവുണ്ടാവാൻ. മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി, അവരുടെ കരങ്ങളുടെ പ്രവർത്തന ഫലമായി കടലിൽ നിന്നും കരകിൽ നിന്നും പരീക്ഷണങ്ങളുണ്ടാകും, കുഴപ്പങ്ങളുണ്ടാകും. സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് അല്ലേ? അവർ പ്രവർത്തിച്ചതിൽ ചിലതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രവർത്തന ഫലമായിട്ട് ചിലതൊക്കെ ആസ്വദിക്കാൻ. എന്തിനു വേണ്ടി? ഒരു ഉണർത്തലിന് വേണ്ടി. ഒരു വേള അവർ മടങ്ങിയേക്കാം, ഒരു വേള അല്ലാഹുവിലേക്ക് അവർ മടങ്ങിയേക്കാം. പക്ഷെ ധിക്കാരികളായ മനുഷ്യർ പഠിക്കുമോ? ഇല്ല. അങ്ങിങ്ങായ അല്ലാഹുവിന്റെ ശിക്ഷകൾ പിടികൂടുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം സുരക്ഷിതരല്ലേ? നാം എവിടുന്ന് പഠിക്കും? അതല്ലേ അവസ്ഥ, അതല്ലേ ചിന്ത? അല്ലെങ്കിൽ സംഭവിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾ നോക്കൂ, അവിടുത്തെ ജനങ്ങൾ പഠിക്കുന്നുണ്ടോ? അവർ പിന്നെയും ആ ചിന്തകളിൽ ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കും. ഒന്ന് പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന് പോലും ബുദ്ധിയിൽ വിവേകമുള്ള മനുഷ്യൻ, നന്ദി കെട്ട മനുഷ്യൻ, അവൻ ഒരിക്കലും തോന്നുകില്ല. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ അത് പേമാരിയായിട്ടും ഉരുൾപൊട്ടലായിട്ടും ഭൂകമ്പമായിട്ടൊക്കെ പിടികൂടിയേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാലും തിന്മകളിൽ നിന്ന് പിന്മാറണമെന്ന് തോന്നുന്നില്ല. വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ ചിന്താർഹമായ ഒരു ആയത്താണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 126-ാമത്തെ വചനമാണ്. വളരെയധികം ചിന്തിക്കണം ഈ ആയത്തെന്ന് പറഞ്ഞാൽ. ഞാൻ വെറുതെ പറയുന്നതില്ല, വളരെ ഗൗരവപൂർവ്വം നമ്മൾ വിലയിരുത്തി പഠിക്കേണ്ട ആയത്താണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്ത് തൗബയിലെ 126-ാമത്തെ വചനം. അല്ലാഹു പറയുന്നത് എന്താണെന്നറിയുമോ? അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറത്തൻ ഔ മർറത്തൈൻ. അവർക്ക് ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ തവണ പരീക്ഷണങ്ങൾ, അവരെ പരീക്ഷണങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കാണുന്നില്ലേ? അവല യറൗന എന്നാണ് ചോദിച്ചത്. അവർ കാണുന്നില്ലേ? നാലിച്ചുവെങ്കിൽ ഓരോ വർഷവും, ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അവർക്കിങ്ങനെ ശിക്ഷ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവല യറൗന, അവർ കാണുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നത് അറിയാം, പിന്നീട് പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലേ? എന്നിട്ട് പിന്നീട്
പിന്നീട് അവരെന്ത് ചെയ്യണമെന്നറിയോ? പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല. ചിന്തിച്ച് മനസ്സിലാക്കുന്നുമില്ല. പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറല്ല, ചിന്തിച്ച് മനസ്സിലാക്കാൻ തയ്യാറല്ല. എന്ത് ചിന്തിക്കാൻ? നമ്മളൊന്ന് ആലോചിക്കാൻ. ഇവിടെ കൊടിയ പാപം, കൊടിയ തെറ്റ്, തിന്മ, അതിൽ മുങ്ങിക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ധാരണ എന്താണ്? അവരുടെ ധാരണ എന്താ? അവരാണ് നേരായ പാതയിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തന്നെയാണ് സ്വർഗാവകാശികൾ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ടതാണ്, അവന് തൃപ്തി ലഭിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവർ എങ്ങനെ വളരും? അതൊക്കെ ഏറ്റവും വെറുപ്പുള്ള കാര്യമല്ലോ ചെയ്യുന്നത്. കാരണം ഏതൊരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവരെ കുറിച്ച് നോക്കാൻ, പഠിക്കാന് പിന്നീട് ജീവിച്ചിരിക്കുന്നവരോട് അള്ളാഹു പറയുന്നത് നിങ്ങളെ ഭൂമിയിലൊന്നിങ്ങനെ സഞ്ചരിച്ചു നോക്കും, എന്നിട്ട് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ശിക്ഷ ബാധിച്ച കാരണം ഒന്ന് അന്വേഷിക്കും. ഒന്ന് നോക്ക്. അവരിൽ ബഹുഭൂരിഭാഗവും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിരുന്നു. നമുക്ക് വല്ല ഗൗരവമുണ്ടോ? ഈ സമൂഹം ഇത്തരത്തിലുള്ള തിന്മകളിൽ ആറാടി മുങ്ങി കുളിച്ച് ജീവിക്കുമ്പോഴും മനുഷ്യരെ നമുക്കെന്തും പ്രയാസമാണുള്ളത്, നമുക്കെന്ത് വേദനയാണുള്ളത്, നമുക്ക് വല്ല നോവുണ്ടോ? ഒരു ചിന്തയുണ്ടോ നമുക്ക്? അവർ അള്ളാഹുവിന്റെ ശിക്ഷ വരികയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കുക, നാം മാത്രമായി രക്ഷപ്പെടുമോ? ഒരിക്കലുമില്ല. ഈ സമൂഹം പിന്നെ എങ്ങനെ നന്നാവും സഹോദരൻ? എങ്ങനെ നന്നാവും? എങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ കടന്നു വരാതിരിക്കും? മുൻപ് കഴിഞ്ഞുപോയ ഒരുപാട് സമൂഹങ്ങളുടെ നാശത്തിനുള്ള കാരണമായ കാര്യങ്ങൾ എന്താണ്? അതിനുള്ള ഹേതു എന്താണ്? പർവ്വത ശിഖരം പോലെ, പർവ്വത ശിഖരങ്ങൾ പോലും മുങ്ങിപ്പോകുന്ന അതിഗംഭീരമായ പ്രളയത്തിലൂടെ നൂഹ് നബിയുടെ ജനതയെ സമൂഹം നശിപ്പിച്ച കാരണമെന്ത് അന്വേഷിച്ചു പോകും നമ്മൾ ഉണ്ടോ? താനാണ് ഈ ദുനിയാവിലെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ച അവരുടെ മുക്കിക്കളഞ്ഞ നോക്കി നശിപ്പിച്ച കാരണം നമ്മൾ തിരഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങൾ? ഉണ്ടോ? അതുപോലെ തന്നെ ഒരു പ്രദേശവാസാകലം അടിമോൾ മറിച്ച് അതിഭയങ്കരമായ ശിക്ഷ നടപ്പിൽ വരുത്തിയ ലോത്ത് നബിയുടെ സമൂഹത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? തിന്മകളിലായിരുന്നില്ല, ഇല്ലേ? തിന്മയിലായിരുന്നില്ലേ? അതെ. അതുപോലെ ആദ്യ സമുദായത്തിന്റെ അതിൽ ഗംഭീരമായ ഒരു ശബ്ദം പിടികൂടി. അവരുടെ താമസ സ്ഥലങ്ങളിൽ തന്നെ അവരെല്ലാം ചത്തൊടുകുമാറ് അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളിൽ വെച്ച് തന്നെ പൊട്ടി തകർന്നു പോകുന്ന അതിഗംഭീരമായ താങ്ങാൻ കഴിയാത്ത ശബ്ദം, ഒരു ഘോരമായ ശബ്ദം. ആ ശബ്ദം കൊണ്ടാണ് അവർ പിടികൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച ശുഐബ് നബിയുടെ ജനതയുടെ ആ സംഭവം. നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബ് നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. അക്രമം ചെയ്തവരെ ഒരു ഘോരശബ്ദം പിടികൂടി. അതിഭയങ്കരമായ ഒരു ശബ്ദം അവനെ പിടികൂടി. അവർക്ക് എന്താ സംഭവിച്ചത്? അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ അവരുടെ ഭവനങ്ങളിൽ തന്നെ വീണ് കിടക്കുന്നതായാണ് കണ്ടത്. വീണ് കിടക്കാതെ ശിച്ചു നാശമാണ്. എല്ലാവരും ഒന്നടങ്കം. മനസ്സിലായില്ലേ? അങ്ങനെ വ്യത്യസ്ത സമൂഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. സഹോദരങ്ങളെ, ഈ പരീക്ഷണങ്ങൾ, ശിക്ഷകളെല്ലാം അവർക്ക് ഭവിക്കാനുള്ള കാരണം അള്ളാഹുവിനെ വിസ്മരിച്ചു അവർ ജീവിച്ചു. ഏറ്റവും കൂടുതൽ ആ സമൂഹങ്ങളിലെല്ലാം നിലനിന്നത് പടച്ചറപ്പല്ലാത്തവരെ വിളിക്കുന്ന ഒരു പ്രവണതയായിരുന്നു.
റബ്ബല്ലാത്തവരിലേക്ക് ആ അർച്ചനകളും നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളുമെല്ലാം ഉയർന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കട്ടെ. അവിടുന്ന് പറഞ്ഞു, ലൻ യഹ്ലിക അന്നാസു ഹത്താ യഅ്മിറു മിൻ അൻഫുസിഹിം. ജനങ്ങൾക്ക് ഒരിക്കലും ശിക്ഷ വരില്ല. എങ്ങനെ ശിക്ഷ വരാന്നറിയോ? അതിനുള്ള കാരണം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. അവരുണ്ടാക്കുന്ന കാരണങ്ങളെ കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ ആർക്കും അങ്ങനൊന്നും വരില്ല, സംഭവിക്കില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമായി നാം കാര്യത്തെ വിലയിരുത്തുക, മനസ്സിലാക്കുക, ആഴത്തിൽ പഠിക്കുക. എന്നിട്ട് പടച്ച റബ്ബിലേക്ക് നാം മടങ്ങാൻ സന്നദ്ധരാവുക. ഒരു തിരിച്ചുപോക്ക്, ഒരു തിരിച്ചു നടത്തം. നമ്മെ ഇങ്ങനെ രൂപപ്പെടുത്തിയ പടച്ച റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിക്കാനുള്ള ഒരു ജീവിത രീതി, അതിനെ ഇത്തിബാഅ് ചെയ്താൽ, ഫോളോ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം, സുരക്ഷിതരാവാം. ഈ ലോകത്തല്ലെങ്കിൽ പരലോകത്ത് തീർച്ചയായും സമാധാനമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് പ്രവാചകന്റെ ചര്യയെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നല്ല മുഗ്നായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തൗഫീഖ്. സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും ഒന്ന് തലചായ്ക്കാൻ, ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് സമാധാനമായി ഉറങ്ങാൻ ഉള്ള ഇടമേതാണ് നമ്മുടെ ഭവനങ്ങളാണ്. അപ്രതീക്ഷിതമായി ആ ഭവനങ്ങൾ ഒളിച്ചു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ആ വീടിങ്ങനെ തകർന്നു, ആ വീട് തകർന്നതിനിടയിൽ, ആ തകർന്ന തെലിപ്പണമായ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ പെട്ടുപോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ സഹോദരങ്ങൾ? ഒന്ന് അനങ്ങാൻ പറ്റാതെ, ഒന്ന് ഉറക്കെ കരയാൻ പോലും, കരഞ്ഞാൽ പോലും ആരും കേൾക്കാത്ത അവസ്ഥ. ദാഹിച്ച് തൊണ്ടവരയുമ്പോൾ ഒരു കുടിനീർ ലഭിക്കാത്ത അവസ്ഥ. എങ്ങും ഇരുൾ മൂടിയ ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, എന്തായിരിക്കും അവസ്ഥ? തൊട്ടരികെ നിന്ന് തന്റെ അരുമ സന്താനങ്ങളും ഇണയുമെല്ലാം പൊട്ടിക്കറിയുന്നത് കേൾക്കുമ്പോൾ പ്രതികരിക്കാൻ ആവാതെ അതിനടിയിൽപ്പെട്ടുപോയ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ആലോചിക്കണം നമ്മൾ. അങ്ങനെ ഒരു അവസ്ഥ നേരിടാൻ വന്നാൽ, സംഭവിച്ചാൽ, രക്ഷപ്പെടുത്താൻ ആരുമില്ലാതെ അങ്ങനെ കിടക്കേണ്ട അവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അവസ്ഥ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന നിർബന്ധമായി പഠിക്കണം. അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ ഇബ്തിലാക ബിഹി വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല. ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചേക്കണം. പരീക്ഷണങ്ങൾ കാണുമ്പോൾ, അറിയുമ്പോൾ, വായിക്കുമ്പോൾ ഒരു മുഅ്മിൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പ്രളയമുണ്ടായപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പാതിരാത്രിയിൽ ഗംഭീരമായ ഒരു ശബ്ദം കേൾക്കുന്നു, അടിച്ചു തകർക്കുന്ന ശബ്ദം. ആളുകൾ നോക്കിയപ്പോൾ മനുഷ്യർക്ക്, രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ ഒറ്റക്ക്
തകർക്കുകയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ. എന്താ കാരണം എന്നറിയട്ടെ? അദ്ദേഹത്തിന്റെ മകൾ അതിനകത്തുണ്ട്. ആലോചന. സഹോദരങ്ങളെ, നമുക്കില്ലേ മക്കൾ? നമുക്കില്ലേ മക്കൾ? നമ്മുടെ കുട്ടികളുടെ അവസ്ഥയാണെങ്കിലോ? ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് തന്റെ പൊന്നോമനയെ രക്ഷപ്പെടുത്താൻ പ്രയത്നിക്കുകയാണ്. ആരും എത്തിപ്പെടാത്ത സ്ഥലത്ത് പോയിട്ട്. അതാണ് പ്രിയമുള്ളവരെ മനുഷ്യരുടെ അവസ്ഥ. രാത്രി ഏറെ വൈകിട്ടാണ് സംഭവം. വല്ലാത്ത വാർത്തയായിരുന്നു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളത് മറന്നു പോയിട്ടുണ്ടാവില്ലേ? ഓർക്കണം അടക്കം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ ഞാനും നിങ്ങളും ചിന്തിക്കാത്ത രീതിയിലാണ്. അത് നമ്മളെപ്പോഴും ഉൾക്കൊള്ളണം. ഞാനും നിങ്ങളും കിടന്നുറങ്ങുന്ന ഭവനം, ആ ഭവനങ്ങളിലേക്ക് ഞാനും നിങ്ങളും കിടക്കാൻ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കൂട്ടത്തിൽ അല്ലാഹുവിന്റെ 2-3 സൂറത്തുകളുണ്ട്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറില്ല, സാധാരണ നമ്മൾ ചൊല്ലാറില്ല. സൂറത്ത് ഫലഖ്, നാസ്. സഹോദരങ്ങൾ, അതിന്റെ അർത്ഥങ്ങൾ നമുക്കറിയുമോ? എന്താണ് പടച്ച റബ്ബിനോട് നമ്മൾ പറയുന്നത്? മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്ന്. അല്ലാഹുവിന്റെ അനുഗ്രഹമായി അല്ലാഹു നമുക്ക് നൽകിയ ഭവനം, ആ ഭവനങ്ങളിൽ നമ്മൾ സുരക്ഷിതരാവണം. ആ ഭവനം കൊണ്ട് കെടുതികൾ വരാം, ഷർറുണ്ടാവാം. ആ ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് തേടണം. രാത്രിയുടെ അന്ത്യാമത്തിൽ സുഖനിദ്രയിൽ അണ്ടുപോകുമ്പോൾ ഒലിച്ചു പോകുമോ എന്ന് നമുക്കറിയില്ല, ഇല്ലേ? ഇരുൾ മൂടുമ്പോഴുള്ള രാത്രിയുടെ ഗതിയിൽ, സുബ്ഹാനല്ലാഹ്, ഇരുൾ മൂടുമ്പോഴുള്ള രാത്രിയുടെ ഷർറിൽ നിന്ന് ഞാൻ എന്റെ റബ്ബിനോട് രക്ഷപ്പെടുന്നു. ഇരുൾ മൂടുമ്പോൾ ഉണ്ടാവാം, ഇല്ലേ? അങ്ങനെ രാത്രിയിലല്ലേ പലപ്പോഴും സംഭവിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിൽ മറിച്ചു നോക്കിയാൽ കാണാം. അല്ലാഹു പറയുന്നു, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ആ പ്രദേശവാസികൾ, ആ നാട്ടുകാർ, അവർ നിർഭയരാണോ? രാത്രിയിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? അല്ലാഹുവിന്റെ ചോദ്യം. സഹോദരങ്ങൾ, നമ്മളിങ്ങനെ ആർത്തുല്ലസിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോ വരില്ലാന്നുണ്ടോ? ഇല്ല. അവഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. നിങ്ങളിങ്ങനെ നിറഞ്ഞ ഉച്ച സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുമ്പോൾ, പകൽ സമയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് ആ നാട് നിർഭയരാണോ? അതുകൊണ്ട് എപ്പോഴും ഉണ്ടല്ലോ സഹോദരങ്ങളെ, നമ്മള് നമ്മുടെ റബ്ബിന്റെ സ്മരണയിലേക്ക് മടങ്ങുക. അത് തന്നെ രക്ഷയുള്ളോ? രക്ഷയുള്ളോ? ഒരു പശ്ചാത്താപ പുരുഷനായിക്കൊണ്ട് ആ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള ഒരു മനസ്സുണ്ടാവണം. അള്ളാഹുവിന്റെ ശിക്ഷ നമ്മെ തേടിയെത്തുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ സൂറത്ത് അശ്റിലെ 54-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്ത് ഫാത്തിറിലെ 53-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ൽ അൻ യഅതിയകുമുൽ അദാബ് ثم لا تنصرون. അല്ലാഹുവിന്റെ വാക്കാണ്, വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ൽ അൻ യഅതിയകുമുൽ അദാബ് ثم لا تنصرون. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പേ നിങ്ങൾ ആ റബ്ബിലേക്ക് താഴ്മയോടുകൂടി ഖേദിച്ച് മടങ്ങിക്കൊള്ളാൻ, പശ്ചാത്തപിച്ച് മടങ്ങിക്കോ കൂട്ടരെ. ثم لا تنصرون. പിന്നീട് നിങ്ങൾ ഒരിക്കലും
സഹായിക്കപ്പെടുകയില്ല കേട്ടോ. കരഞ്ഞു തേടിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട വിധം മടങ്ങുക, പശ്ചാത്തപിച്ചുകൊണ്ട് ആ റബ്ബിന്റെ മുന്നിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ട് നല്ല അടിമയായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള സർവ്വ പാപങ്ങളും കരുണാവാരിധിയായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിശ്വാസത്തോടുകൂടി കടന്നുപോയ എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു, ഞങ്ങളിൽ പലരും രോഗികളാണ് റബ്ബേ. മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളാൽ വേദനിക്കുന്നവരുണ്ട്. ശമനം നൽകണേ അല്ലാഹ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുസ്സമദ്, അദ്ദേഹത്തിന് ഒരു കാര്യമായിട്ടുള്ള രോഗം പിടികൂടിയിരിക്കുന്നു. ക്യാൻസർ സെന്ററിലേക്ക് അദ്ദേഹത്തിനോട് എത്താൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പാവൻ പി വെൽവനാട് പ്രദേശവാസിയാണ്. നമ്മുടെ പള്ളിയിൽ അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗത്തെ എളുപ്പത്തിൽ ശമനം നൽകാൻ കഴിയട്ടെ. സർവ്വവിധ പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിക്കട്ടെ. ഒരു രോഗവും ബാക്കിയാക്കാത്ത ശമനം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.